ശ്രീ റോജി എം ജോൺ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ റോജി എം ജോൺ, നോക്കൂ, വീണ്ടും ഒരു കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. കോതമംഗലം ഭാഗത്തെന്ന് പറയുമ്പോൾ സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പുതിയ വിവരം കിട്ടിയിട്ടുണ്ടോ? എനിക്ക് പുതിയ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല, വിശദാംശങ്ങള്. പക്ഷേ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിന്റെ മലയോരം എന്ന് വെച്ചാൽ വനം പ്രദേശവുമായി ചേർന്ന പ്രദേശങ്ങളിൽ വലിയ അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം അതിരൂക്ഷമായി വർദ്ധിച്ചു വരികയാണ്. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ജനവാസ മേഖലകളിലേക്ക് കടന്നു വരുന്നു. അവിടെ കടന്നു വന്ന് കൃഷി നശിപ്പിക്കുന്നു, ആളുകൾക്ക് ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്നു, ആളുകളെ ആക്രമിക്കുന്നു. ഇത് ആന മാത്രമല്ല, ആനയും പുലിയും കടുവയും എന്താ പറയുന്ന മറ്റെല്ലാ വന്യമൃഗങ്ങളും, കാട്ടുപന്നി കൂട്ടമായിട്ട് വരുന്നു, അതുപോലെ തന്നെ മറ്റേ കുരങ്ങ്, അങ്ങനെ എല്ലാ വന്യമൃഗങ്ങളും നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് ആളുകൾക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് സർക്കാർ അല്ലെങ്കിൽ വനം വകുപ്പ് ഇക്കാര്യത്തിൽ വലിയ ഒരു നിസ്സംഗത പുലർത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എത്രയോ സമരങ്ങൾക്ക് കേരളം വേദിയായി, എത്രയോ ആളുകൾ മരണപ്പെട്ടു. ഇനി എത്ര ആളുകൾ കൂടി മരണപ്പെട്ടാലാണ് അധികാരികൾ കണ്ണു തുറക്കുക എന്ന ചോദ്യമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ അവിടുത്തെ നാട്ടുകാരും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് തന്നെയല്ല ഇതേ കോതമംഗലത്ത് അവിടെ ആളുകൾ മരണപ്പെടുകയും ഇതുപോലെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും അവിടെ എത്രയോ സമരങ്ങൾക്ക് ഞാനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സമരങ്ങൾക്ക് പോയിട്ടുള്ളതാണ്. അപ്പോ ഇത് എന്റെ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ അങ്കമാലിയിൽ ഉൾപ്പെടെ വനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ മുഴുവൻ നിയോജകമണ്ഡലങ്ങളിലും ഇന്ന് ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് വയനാട്ടിലായാലും പാലക്കാട്ടായാലും എറണാകുളത്തായാലും പത്തനംതിട്ടയിലായാലും ഇടുക്കിയിലായാലും കേരളത്തിന്റെ മുഴുവൻ വനമേഖലയിലും ഇന്ന് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന് യാതൊരു തരത്തിലുമുള്ള പോംവഴികൾ ഉണ്ടാകുന്നില്ല. ഒരു സംഭവം ഉണ്ടാകുന്നു, സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ഉടനെ ഒരു യോഗം ചേർന്ന് കുറെ അവലോകനമൊക്കെ നടത്തുന്നു, അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞു പോകുന്നു. പക്ഷെ അത് 2 മാസം കഴിഞ്ഞാൽ പഴയ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ഒരു നടപടികളും സ്വീകരിക്കാത്ത സാഹചര്യം. ഇപ്പൊ ഞാനൊക്കെ ഇത് നിരന്തരമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നബാധിത പ്രദേശത്ത് എത്തിച്ചേരാനായിട്ട് ഒരു വാഹനം പോലും ഇല്ലാത്ത, അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത, എന്തിനധികം പറയുന്നു, കാട്ടാന കൂട്ടമായിട്ട് ഇറങ്ങി വന്നാൽ ഒന്ന് ഗുണ്ട് പൊട്ടിച്ച് പടക്കം പൊട്ടിച്ച് അതിനെ തിരിച്ച് വനത്തിലേക്ക് പറഞ്ഞു വിടാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത രീതിയിലാണ് വനം വകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല മേഖലയിലും. ഇവിടെ സോളാർ ഫെൻസിങ് സ്ഥാപിക്കണം, അല്ലെങ്കിൽ ഡ്രഞ്ച് സ്ഥാപിക്കണം, അതിന് സാധാരണ വേലി സ്ഥാപിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ വർഷങ്ങളായി തീർച്ചയായും